നൈസ് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളിലെ നാഡീ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ്. കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ച ഗർഭകാലഘട്ടത്തിൽ തന്നെ ആരംഭിക്കുന്നു. ആദ്യ 2 വർഷം വളരെ ദ്രുതഗതിയിലാണ് കുട്ടികളുടെ തലച്ചോർ വളരുന്നത്. തലച്ചോറിൻ്റെ കോശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ 2 വയസ്സ് വരെ നടക്കുന്നു. നാഡീ സംബന്ധമായ രോഗങ്ങൾ കുട്ടികളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തും. കുട്ടികളുടെ ഓർമ്മയെ ബാധിക്കും. അതേപോലെ തന്നെ കുട്ടികളുടെ പഠനത്തെയും ബാധിക്കും. നാഡീ സംബന്ധമായ രോഗങ്ങൾ കുട്ടികളിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് ഈ അസുഖമുണ്ടാകാം. അതുപോലെ തന്നെ മാസം തികയാതെയുള്ള പ്രസവം, ജനന സമയത്തെ തൂക്കക്കുറവ്, ഗർഭിണി ആയിരിക്കുമ്പോൾ അമ്മ പുകവലി, മദ്യപാനം എന്നീ ദുശ്ശീലങ്ങൾ കടുമയാണെങ്കിൽ കുട്ടികൾക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. റുബെല്ല പോലെയുള്ള അണുബാധ അമ്മയ്ക്കുണ്ടായാൽ കുട്ടികൾക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. മസ്തിഷ്ക ആഘാതം, അതുപോലെ തന്നെ ജനന സമയത്ത് കരയാൻ താമസം, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ കുട്ടികളിൽ നാഡീ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട നാഡീ സംബന്ധമായ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ. പഠന വൈകല്യം, ബുദ്ധിവികാസ വ്യതിയാനം, അപസ്മാരം, ശ്രദ്ധക്കുറവും പിരിപിരിപ്പും അഥവാ ADHD, ഓട്ടിസം, സെറിബ്രൽ പാൾസി, കാഴ്ചക്കുറവ്, സംസാര ഭാഷ വൈകല്യം, ശ്രവണ വൈകല്യം, ഇത്രയുമാണ് പ്രധാനപ്പെട്ട നാഡീ സംബന്ധമായ രോഗങ്ങൾ. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംസാര ഭാഷ വൈകല്യത്തെക്കുറിച്ചാണ്. സാധാരണയായി കുട്ടികൾ 1 വയസ്സാകുമ്പോൾ അമ്മ, അച്ഛ തുടങ്ങിയ 2 വാക്കുകൾ പറയുന്നു. കുട്ടികൾക്ക് 2 വയസ്സാകുമ്പോൾ കുട്ടികൾ 2 വാക്കുകൾ ചേർത്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. കുട്ടികൾക്ക് 3 വയസ്സാകുമ്പോൾ കുട്ടികൾ 3 വാക്കുകൾ ചേർത്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതാണ് നമ്മൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ടത്. കുട്ടികൾക്ക് 4 വയസ്സാകുമ്പോഴേ കഥകൾ കേൾക്കാനും പാട്ടുകൾ പാടാനും കുട്ടികൾ ഇഷ്ടം കാണിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് ഏറെ ഇഷ്ടമാണ്. നമ്മൾ കുട്ടികൾക്ക് 3 നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായി ചെയ്യാൻ ആ കുട്ടിക്ക് സാധിക്കും. സംസാര ഭാഷാ വൈകല്യമുള്ള കുട്ടികളിൽ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കാലതാമസം നേരിട്ടേക്കാം. 1 വയസ്സാകുമ്പോൾ 2 വാക്ക് പറയാത്ത അവസ്ഥ, 2 വയസ്സാകുമ്പോൾ പോലും ശരിയായ രീതിയിൽ 2 വാക്കുകൾ ഉച്ചരിക്കാനോ പറയാനോ ഉള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഭാഷാ വൈകല്യത്തിൻ്റെ ആദ്യഘട്ടം എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആശയവിനിമയത്തിലുള്ള വ്യതിയാനം, ഉച്ചാരണ ശുദ്ധിയില്ലായ്മ, സംസാരത്തിന് ഒരു ഒഴുക്കില്ലാതിരിക്കുക, സന്ദർഭത്തിന് അനുയോജ്യമായി ആശയവിനിമയം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഭാഷാ വൈകല്യത്തിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. അപ്പം ഇത്തരം വൈകല്യങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്പീച്ച് തെറാപ്പിയും മറ്റു ചികിത്സാ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് കുട്ടികളുടെ ലാംഗ്വേജ് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് നന്നാക്കി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വർത്തമാനം പറയാൻ താമസിക്കും. കുട്ടികളോട് വർത്തമാനം പറയുകയും അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയിപ്പിക്കുകയും ചെയ്താൽ കുട്ടികൾ വളരെ ഈസി ആയിട്ട് ഭാഷ മനസ്സിലാക്കിയെടുക്കും. അപ്പം ഇത്തരം ഭാഷാ വൈകല്യങ്ങൾ നമ്മുടെ വീടുകളിലെ കുട്ടികളുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും കൃത്യമായ ചികിത്സ ഉറപ്പാക്കാനും നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.